ഹലോ എവ്രി വൺ, ഞങ്ങൾ തലശ്ശേരിയിൽ റമദാൻ ഫുഡ് സ്റ്റാളിൽ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇഫ്താർ കോർണിഷ്. അവിടെ ഇഷ്ടംപോലെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു, അതുപോലെ വെറൈറ്റി ഓഫ് ടീസ് ഉണ്ടായിരുന്നു, മട്ടൻ ഹലീം ഉണ്ടായിരുന്നു, കുൽക്കി ഉണ്ടായിരുന്നു, ഉപ്പിലിട്ടത് ഉണ്ടായിരുന്നു, പോത്തുങ്കാലുണ്ടായിരുന്നു, അങ്ങനെ ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു, മോമോസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത് അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് ലൊക്കേഷൻ വരുന്നത് തലശ്ശേരി കോട്ടൻ്റെ പുറകു വശത്തായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കയറുമ്പം തന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടായിട്ടുള്ളത്. മെയിനായിട്ട് ഇവരുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഈ വാം ലൈറ്റിൽ ഇങ്ങനെ രാത്രി ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ തന്നെ കണ്ട കാഴ്ചകൾ ഇതാട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എന്താ പറയുക, സീറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല, അത്രയും ആൾക്കാരുണ്ട്. എന്താ പറയുക, അതുപോലെ തന്നെ ലൈറ്റ്സും കാര്യങ്ങളും സ്റ്റാളുകളും എല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റാള് മോമോസിൻ്റെയാണ്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മോമോസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ വെറൈറ്റി ഓഫ് മോമോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിൽ നിന്ന് ഓർഡർ ചെയ്തത് സ്റ്റീംഡ് മോമോസാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങളുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസ് ആട്ടോ. ഒരു പ്ലേറ്റിൽ 6 പീസസ് ആട്ടോ വരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്കെല്ലാം നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഷോപ്പ് വരുന്നത് കതിരൂരാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്ത് ട്രൈ ചെയ്യുന്നതിൽ ഇങ്ങനെ നോക്കുമ്പോഴാട്ടോ ഈ ഒരു ഷോപ്പ് കണ്ടത്. ചോക്കോ സ്റ്റോറീസ് എന്നാട്ടോ ഇതിൻ്റെ പേര് വരുന്നത്. ഇവിടെ എന്താ പറയുക, ഐസ്ക്രീം വിത്ത് ബ്രൗണി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇല്ലേ, അതായത് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ് അങ്ങനത്തെ ഇഷ്ടംപോലെ ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ കാണുമ്പോൾ കുട്ടികൾ എന്തായാലും ഇവിടെ പോകാൻ വേണ്ടിയിട്ട് എന്തായാലും പറയും, നമുക്ക് അവിടെ നിന്ന് എന്തായാലും ട്രൈ ചെയ്യാം. അങ്ങനെയാട്ടോ ഞങ്ങളിവിടെ എത്തിയത്. ഐസി നേരെ ഫസ്റ്റ് വന്നപ്പം തന്നെ കണ്ട ഇതായിരുന്നു. ഇവിടെ നിന്ന് എന്തായാലും എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് പറയുന്നുണ്ടേനു. അപ്പോൾ അവനിക്ക് വാങ്ങിച്ചു കൊടുത്തത് ബ്രൗണി വിത്ത് ഐസ്ക്രീം ആട്ടോ. അങ്ങനെ ഇതെൻ്റെ കയ്യിൽ കിട്ടിയപ്പം തന്നെ ഞാൻ ഐസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇങ്ങനത്തെ ചോക്ലേറ്റ്സും ഐസ്ക്രീമും ഒക്കെ കണ്ടപ്പം തന്നെ. പിന്നെ ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഈ ഒരു സ്റ്റാൾ എന്തായാലും പോകും എന്തായാലും. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാളിൽ പോകാം കേട്ടോ. ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ കുറേ ഐറ്റം ട്രൈ ചെയ്യാനുണ്ട്. പിന്നെ ആട്ടോ ഞങ്ങൾ മെയിനായിട്ടുള്ള സ്റ്റാളിലേക്ക് പോയത്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? മട്ടൻ ഹലീമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടേനു. പിന്നെ ഫിഷ് ഉണ്ട്. പിന്നെ ബാക്കി കുറേ ഐറ്റംസൊക്കെ തീർന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇന്ന് അത്രയും ആളുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു. അപ്പം കുറേ ഐറ്റംസൊക്കെ തീർന്നിട്ടുണ്ടേനു. പോത്തുംകാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേനു. എന്നാലും കുഴപ്പമില്ല, കിട്ടിയതൊക്കെ അടിപൊളിയായിരുന്നു. ഇതാ ഒറ്റൊരു പോത്തുംകാലം മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. അത് ഞങ്ങൾ വരുമ്പോൾ തന്നെ വേറെ ആരോ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മുഗളായി ഇത് അടിച്ച് പരത്തിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരുടെ മെയിൻ സ്റ്റാൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പൊറോട്ടയൊക്കെ നല്ല ലൈവായിട്ട് നല്ല ചൂടോട് ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ വരാൻ അല്പം ലേറ്റായിപ്പോയി, അതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വരിക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഐറ്റംസ് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഇല്ലേ, ലോഡഡ് ചിക്കൻ ഫ്രൈസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കേട്ടോ ഈ ഒരു സ്റ്റാളിലുള്ളത്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഓർഡർ കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ഐറ്റംസ് കൂടി കാലിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഐറ്റം ഓർഡർ കൊടുത്തിട്ടാ. പിന്നെ വരുന്നത് മുഗളായി, പിന്നെ സ്പ്രിംഗ് ചിക്കൻ, ഒരു നോമ്പൂർക്കാൻ ആള് നേരത്തെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, പിന്നെ റുമാലി റൊട്ടി ഒരു 3 എടുത്തോ, കുബൂസ് 2 എടുത്തോ, കുബൂസ് 2. ഇന്നലെ മഴയായതുകൊണ്ട് അവരിന്ന് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല, എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുപോലെ മഗ്‌രിബിന്റെ സമയത്തെ ആൾക്കാർ വരുന്നുണ്ടോ, നമ്മൾ ലേറ്റ് ആയിപ്പോയി. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മട്ടൻ ഹലീമാട്ടോ ഇത്. മട്ടൻ്റെ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവർക്കും ഈ എന്താ പറയുക കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ കുറച്ചുകൂടി ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ഐറ്റം എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ റുമാലി റൊട്ടിയും കുബൂസും ഒക്കെ വന്നിട്ടുണ്ടേനു. അടുത്തത് ഞങ്ങൾ ഓർഡർ ചെയ്ത മുഗളായി ചിക്കൻ കൂടി എത്തിയിട്ടുണ്ടേനു.
കാണുമ്പം തന്നെ നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ടേസ്റ്റ് വൈസും സൂപ്പറായിരുന്നു. നല്ല ചൂടോടെ കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല ചൂടോടുകൂടി ആ ചിക്കനും കുബൂസും മയോണൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ തന്നെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് മുഗളായി ചിക്കൻ ട്രൈ ചെയ്യാം കേട്ടോ. റുമാലി റൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ എന്താ പറയുക, തണിഞ്ഞ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള ടൈപ്പ് ആയിരിക്കുമല്ലോ, പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ നെയ്പ്പത്തിരി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിരി കേട്ടോ. ഈ ക്രിസ്പി ആയിട്ടുള്ള സംഭവമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ നെയ്പ്പത്തിരി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഗ്രേവി വേണമെന്ന് പറഞ്ഞപ്പോൾ പോത്തുംകാലില്ല, അതിൻ്റെ ഗ്രേവി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പോത്തുംകാലില്ലെങ്കിലും അതിൻ്റെ ഗ്രേവി അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പോത്തുംകാലം ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ വരിക, എന്നിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ പോയത് കുലിക്കിൻ്റെ സ്റ്റാളിലേക്കാട്ടോ. ഗ്രീൻ ആപ്പിൾ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഏതാ വേണ്ടത് നിങ്ങൾക്ക്? അങ്ങനെ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബൂസ്റ്റ് കുലുക്കി നല്ല കുലുക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അവർ. സൂപ്പറായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. സൂപ്പറാണ്. ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ്സിന് വരുന്നത് 50 റുപ്പീസ് ആട്ടോ. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടേനു, അടിപൊളിയാട്ടോ ഇത്. പിന്നെ ഒരു ടീ കുടിക്കാൻ വിചാരിച്ചിട്ട് ഈ ഒരു സ്റ്റാളിലേക്കാട്ടോ വന്നത്. ഇവിടെ പൈനാപ്പിൾ ഫ്ലേവർ ഉണ്ടായിരുന്നു, മിൻറ്റ് ഉണ്ടായിരുന്നു, ലൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ ആട്ടോ. എനിക്കിഷ്ടം പൈനാപ്പിളാണ്, അടിപൊളിയാട്ടോ. 20 റുപ്പീസ് ആട്ടോ ഒരു ഗ്ലാസ്സിന് വരുന്നത്. ഇത് കൂടാണ്ട് സാധാരണ സ്ട്രോങ് ടീയും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലേവേർഡ് ടീ ഒന്നും കൂടി ട്രൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ടീയൊക്കെ കുടിച്ച് കടലിൻ്റെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടേനു. ടീ എങ്ങനെയുണ്ട് ഇവർക്ക്? അങ്ങനെ വേറെയും കുറേ സ്റ്റാളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഡെസേർട്ട് ഹബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അവിടെ കായും കോഴും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കച്ച ഐറ്റംസ്, ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് ഈ ഒരു സ്റ്റാൾ ബെസ്റ്റാട്ടോ. ഇവിടെ കുറേ ഐറ്റം ഉണ്ട്, ഉപ്പിലിട്ടതും കച്ചും ഒക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ വേണ്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ കുറേ ഐറ്റംസ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം കേട്ടോ. റമദാൻ കഴിയുന്നത് വരെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ എല്ലാവരും എത്തുക. കുറച്ച് നേരത്തെ തന്നെ വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. എല്ലാ ഐറ്റവും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി പറയാം, ലൊക്കേഷൻ ആരും മറക്കണ്ട. നമ്മുടെ തലശ്ശേരി കോട്ടൻ്റെ പുറകുവശത്തായിട്ടാട്ടോ വരിക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.